ആക്രമണത്തിൽ നട്ടെല്ലൊടിഞ്ഞ പാകിസ്ഥാൻ സൈന്യം. പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം 20% നിരവധി യുദ്ധവിമാനങ്ങളും നശിപ്പിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇതിനിടെ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. അതിർത്തിയിലെ സാഹചര്യം മന്ത്രിസഭാ യോഗം വിലയിരുത്തും. സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതിയും ഇന്ന് യോഗം ചേരും. അതിനിടെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രതിനിധിയെ പാകിസ്ഥാൻ പുറത്താക്കി. കിരൺ ബാബു ചേർന്നു. കിരൺ, വെടിനിർത്തൽ ധാരണയിലേക്ക് പോകുമ്പോഴും നയതന്ത്രപരമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം മോശമാണ്, അല്ലെങ്കിൽ കൂടുതൽ മോശമായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള സൂചനകൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അത് തന്നെ വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപർണ, അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ന് 11 മണിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം കേന്ദ്ര സുരക്ഷാകാര്യ ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലാവും ഇത്തരം വിഷയങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുക. തുടർന്ന് ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കണം, പാക് പ്രകോപനം തുടർന്നാൽ എന്തായിരിക്കണം ഇന്ത്യയുടെ നിലപാട്. 70 ലോകരാജ്യങ്ങളുമായി ഇന്ത്യ ഇപ്പോൾ നയതന്ത്ര ബന്ധം പൂർത്തിയാക്കി ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത്. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ നിലപാട് കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തിലുള്ള നീക്കം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. മറുഭാഗത്ത് പാകിസ്ഥാൻ ഇനി പ്രകോപനം വന്നാൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകണോ എന്നുള്ള വിഷയങ്ങളിലൊക്കെ ഇന്ന് കേന്ദ്ര ക്യാബിനറ്റ് കേന്ദ്ര സുരക്ഷാകാര്യ ക്യാബിനറ്റ് യോഗം ആണ് തീരുമാനമെടുക്കുക. അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാവുകയും അക്കാര്യത്തിൽ വിശദീകരണം വരികയും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, പാകിസ്ഥാന്റെ വ്യോമസേനയുടെ 1/5 ഭാഗം നമുക്ക് തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വ്യോമസേനയുടെ വിമാനത്താവളങ്ങൾ അടക്കം ഇന്ത്യക്ക് നശിപ്പിക്കാൻ പൂർണ്ണമായും തന്നെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങൾക്കൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിന്ധിലെ ബൊലാരി വ്യോമതാവളത്തിലെ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസുഫ് അടക്കം 4 വ്യോമസേനാംഗങ്ങളടക്കം 50 പേരാണ് ഇവിടെ നടത്തിയ സിന്ധിലെ ഈ ബൊലാരി വ്യോമതാവളത്തിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിന്റെ സ്ഥിരീകരണം കൂടി ഇന്ത്യ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അവിടെ 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും, പാകിസ്ഥാൻ വ്യോമസേനയ്ക്കാണ് ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. അത് അടിസ്ഥാന സൗകര്യങ്ങളിലും 20% നാശം പാകിസ്ഥാൻ ഉണ്ടായി എന്നതും ഇന്ത്യ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വിഷയം കശ്മീരിൽ നിന്നുള്ളതാണ്. കശ്മീരിലെ കുപ്വാര, പുഞ്ച്, ഭാരമുള്ള സ്ഥലങ്ങളിലെ താമസക്കാരെ ഈ അതിർത്തിയിലെ ഷെല്ലാക്രമണത്തെ തുടർന്ന് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. അവർ ഒഴികെ മറ്റു സ്ഥലങ്ങളിലുള്ളവരെല്ലാം തന്നെ അവരുടെ വീടുകളിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട്. ഈ 3 പ്രധാനപ്പെട്ട മേഖലയിലെ വിഷയം, ഈ ഷെല്ലാക്രമണത്തിൽ അവരുടെ വീടുകൾക്കടക്കം വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് എത്രയും വേഗത്തിൽ പരിഹരിക്കേണ്ടതുണ്ട്. പലരുടെയും വീടുകൾ താമസയോഗ്യമല്ല എന്നുള്ള വിഷയമടക്കമുണ്ട്. ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ഇവരുടെ വീടുകളിലെ നാശനഷ്ടങ്ങളെല്ലാം പരിഹരിച്ച്, കേടുപാടുകൾ പരിഹരിച്ച് ഇവരെ മടക്കിവിടാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തീരുമാനം. മറ്റൊന്ന്, അതിർത്തിയിൽ ജമ്മു ഒഴികെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം സ്കൂളുകൾ തുറന്ന് സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ജമ്മുവിലെ സ്കൂളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം അവധി നൽകിയിരിക്കുന്നത്. കശ്മീരിൽ നിന്ന് ഇന്നലെ രാത്രി മുതൽ ഇതുവരെയുള്ള സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ അല്ലെങ്കിൽ ശാന്തമായി തന്നെ തുടരുകയാണ്. ഇരു ഭാഗത്തു നിന്നും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഇന്ത്യ ഇപ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ എങ്ങനെയാണ് ഒരു ടെറർ ഹബ്ബായി നിൽക്കുന്നത്, പാകിസ്ഥാൻ എങ്ങനെയാണ് ഒരു ടെറർ നഴ്സറിയായി നിൽക്കുന്നത്, ഇത് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക. ഇന്ത്യ എടുത്ത നിലപാടുകളെ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ഇന്ത്യ നടത്തുന്നത്. അതിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ള നടപടികളാണ്. ഇതിനാണ് ഇപ്പോൾ ഇന്ത്യ പ്രാമുഖ്യം നൽകുന്നത്. അതോടൊപ്പം തന്നെ കിരൺ, ഈ അതിർത്തിയിൽ നിന്ന് സേനകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ഇരു രാജ്യങ്ങളും കടക്കും, അങ്ങനെ ഒരു തീരുമാനമൊക്കെ DGMO തലത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏത് ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു? എപ്പോഴത്തേക്ക് തീരുമാനമുണ്ടാകും? എന്ത് അപ്ഡേറ്റുകളാണ് വരുന്നത്? അപർണ, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ DGMO തലത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും DGMO തമ്മിലുള്ള ഒരു സെറ്റ് ചർച്ചകൾ കൂടി നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലപാട്. നേരത്തെ തത്വത്തിൽ അങ്ങനെ ഒരു ധാരണ, ഇരുഭാഗവും പിൻവാങ്ങാൻ, സേനയുടെ അതിർത്തിയിലേക്കുള്ള സേനാ വിന്യാസം കുറയ്ക്കാൻ ധാരണയായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ കുറയ്ക്കാൻ ധാരണയായി ഉടൻ തന്നെ കുറയ്ക്കുക എന്നുള്ളതല്ല രീതി. 2 ഭാഗത്തും മറുഭാഗങ്ങൾ കുറയ്ക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ കണക്കെടുപ്പൊക്കെ സ്വാഭാവികമായി നടക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാവും കുറയ്ക്കുക. ഇനിയിപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ ഒരു സെറ്റ് യോഗം കൂടി ചേരാനുണ്ട്. ആ യോഗത്തിലേക്ക് എത്ര ശതമാനം എവിടെ നിന്നൊക്കെ കുറയ്ക്കണം, എവിടെ നിന്നൊക്കെ പിൻവലിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഇരു രാജ്യങ്ങളും പരസ്പരം വ്യവസ്ഥകൾ വെക്കുകയും അതിലൊരു യോജിച്ച തീരുമാനം ഉണ്ടാവുകയും ഒക്കെ ചെയ്യാനാണ് സാധ്യത. അതിൻ്റെ അടിസ്ഥാനത്തിലാവും അതിർത്തിയിൽ പഴയതുപോലെ തന്നെ ഇപ്പോൾ അധികമായി ഈ യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയിലേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തിയിരുന്നു. അതിൽ ഘട്ടം ഘട്ടമായിട്ടുള്ള കുറവുകളാവും വരുത്തുക, അല്ലാതെ ഒറ്റയടിക്ക് മുഴുവൻ പേരെയും പിൻവലിക്കുകയല്ല. അത് ഏത് തരത്തിൽ വേണം എന്നതിലൊക്കെ ഈ അടുത്ത DGMO തരത്തിലുള്ള യോഗത്തിലാവും തീരുമാനം ഉണ്ടാവുക.
അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട പ്രതിപക്ഷം ചോദ്യം ചെയ്യരുത്, ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കരുത് എന്ന് PDP ഒക്കെ പറഞ്ഞിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതായത് ഈ പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെ നടക്കുന്ന യോഗം രാഷ്ട്രീയ തലത്തിൽ ഇതേത് തരത്തിലാണ് ചർച്ചകളും ഒക്കെ നടക്കുന്നത്? ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ടോ? അതെങ്ങനെ കൂടി നോക്കണം കിരൺ? അപർണ, ഇതുവരെയും ഒരു യുദ്ധത്തിന്റെ സാഹചര്യം, അതിനൊരു അന്തരീക്ഷത്തിലായിരുന്നു രാജ്യം നിന്നത്. സ്വാഭാവികമായും അത്തരമൊരു ഘട്ടത്തിൽ വലിയ ചോദ്യങ്ങളൊന്നും സർക്കാരിന്റെ നേരെ ഉയർന്നു വന്നിരുന്നില്ല. പ്രതിപക്ഷ പാർട്ടികളാകെ സർവകക്ഷി യോഗത്തിലടക്കം സ്വീകരിച്ച നിലപാട് ഈ സർക്കാരിന്റെ ഏത് തീരുമാനത്തിനും, ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിന്റെ ഏത് തീരുമാനത്തിനും ഒപ്പമുണ്ട് എന്നുള്ള നിലപാടായിരുന്നു. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിനെ കുറിച്ചടക്കം ആ സമയത്ത് ചോദിക്കുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകുന്ന മറുപടി അതിപ്പോൾ ഉന്നയിക്കേണ്ട വിഷയമല്ല, അത് പ്രസക്തമല്ല എന്നുള്ള മട്ടിലായിരുന്നു മറുപടി. പക്ഷേ ഉള്ളിൽ അവർ ശക്തമായി തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിനെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ചോദ്യം, ഇതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടലുണ്ടോ, അമേരിക്ക അടക്കമുള്ള കക്ഷികളുടെ ഇടപെടലുണ്ടോ, എന്തുകൊണ്ടാണ് ഇന്ത്യ അത്തരം കാര്യങ്ങളകത്ത് കൂടുതൽ വിശദീകരണം നൽകാത്തത്, അത്തരം പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ, അത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഉയരുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികളൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യം അവസാനിക്കുകയും വീണ്ടും പഴയപടി സമാധാന അന്തരീക്ഷത്തിലേക്ക് വരികയും ചെയ്തപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. BJPയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ രീതിയിൽ തന്നെ പാർട്ടി എന്ന നിലയ്ക്ക് അതിനൊരു മറുപടിയൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഇന്ത്യ എടുത്ത ധൈര്യപൂർവ്വമുള്ള നിലപാട് പാകിസ്ഥാനെ ശക്തമായ തിരിച്ചടി നൽകിയത് അത് BJPയുടെ ഒരു നേട്ടമായും BJP സർക്കാരിന്റെ നേട്ടമായിട്ടൊക്കെ BJP പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനി ഔദ്യോഗികമായ ഒരു വിശദീകരണം കൂടി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തോടുകൂടി ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരം ചില വിശദീകരണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ ക്യാബിനറ്റ് യോഗത്തിലാവും ഉണ്ടാവുക. അതിനുശേഷം നടക്കുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിലാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇനി പാകിസ്ഥാനോട് ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം, അതിന് ലോകരാജ്യങ്ങളെ ഏതെല്ലാം തരത്തിൽ ബോധ്യപ്പെടുത്തണം. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ സ്വാഭാവികമായും ഉള്ളത് പ്രധാനമന്ത്രിക്ക് പുറമെ 4 മന്ത്രിമാരാണ് പ്രധാനമായിട്ടുള്ളത്. അത് ധനവകുപ്പ്, വിദേശകാര്യമന്ത്രി, ആഭ്യന്തര വകുപ്പ്, പ്രതിരോധ വകുപ്പ്, ഈ 4 വകുപ്പ് മന്ത്രി, സൗത്ത് ബ്ലോക്കിലും നോർത്ത് ബ്ലോക്കിലുമായിട്ടുള്ള ആസ്ഥാനമായിട്ടുള്ള 4 വകുപ്പുകളുടെ മന്ത്രിമാരും പ്രധാനമന്ത്രിയുമാണ് വരുന്നത്. സ്വാഭാവികമായും ചിലപ്പോൾ സാഹചര്യം അനുസരിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും മറ്റ് പ്രധാനപ്പെട്ട സേനയുമായി ബന്ധപ്പെട്ട സേനാ തലവന്മാരെയൊക്കെ യോഗത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഇതിലേക്ക് വിളിച്ചു വരുത്താറൊക്കെ ഉണ്ട്. എന്നാലും ഇവരാണ് പ്രധാനമായും മന്ത്രിമാർ എന്ന നിലയ്ക്ക് അവിടെയാവും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. എന്തായാലും അതിലും പുറത്തു പറയാവുന്ന കാര്യങ്ങളിലൊക്കെ അതിനുശേഷവും അത്തരം ഒരു തീരുമാനത്തിന്റെ ഒരു പ്രസ്താവനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിൽ അത്തരം കാര്യങ്ങൾ തീരുമാനം പറയാം. രാഷ്ട്രീയ തീരുമാനങ്ങൾ എന്തായാലും ക്യാബിനറ്റ് യോഗം കഴിയുന്നതോടുകൂടി തന്നെ, പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് യോഗം കഴിയുന്നതോടുകൂടി തന്നെ അത്തരം ഒരു വിശദീകരണം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. റൈറ്റ്.